എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവാരത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിഷുബലത്തിൽ ഇന്ന് നമ്മൾ ആദ്യം കേൾക്കാൻ പോകുന്നത് ആദ്യത്തെ 6 രാശികൾ, മേടം മുതൽ കന്നി രാശി വരെയുള്ള നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളും മറ്റു കാര്യങ്ങളുമാണ്. നമുക്ക് ശർമാജിയോട് ചോദിക്കാം. എല്ലാ ജനം ടി വി മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിന മംഗളാശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും ആയുരാരോഗ്യ സൗഖ്യമുണ്ടാവട്ടെ എന്ന് ഈ വിഷുദിനം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിജയങ്ങളും എല്ലാ നന്മകളും ഈ ഭൂലോകത്തിലുണ്ടാവട്ടെ. സർവോപരി എല്ലാ നക്ഷത്രക്കാരുടെയും അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെയും ഈ 2.25 നക്ഷത്രം വീതം ഓരോ രാശികളിലായി വിഷുദിന ഫലങ്ങൾ. ഈ വിഷു 2025 വിഷു ഏപ്രിൽ 14 വിഷു മുതൽ 2026 വിഷു വരെയുള്ള 27 നക്ഷത്രക്കാരുടെ പൊതുഫലവും കൂടി ഇവിടെ പ്രവചിക്കുവാനായി അതിൻ്റെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ പ്രവചിക്കുവാനും അതുവഴി എല്ലാവർക്കും ദോഷശക്തികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കഴിവതും നന്മകൾ ഉണ്ടാകുവാനായി ഉള്ള പ്രവചനമാണ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മേടം രാശിയിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലേ? മേടം രാശി അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക. ഈ രാശിക്കാർക്ക് പൊതുവെ 2026 വിഷു വരെ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കൂടുതൽ പരിശ്രമിക്കേണ്ട കാലഘട്ടം, ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ക്ഷമയോടെ വിവിധ ഇൻ്റർവ്യൂ ടെസ്റ്റ് ഒക്കെ പ്രസൻറ്റ് ചെയ്യേണ്ട കാലഘട്ടം, ഊർജ്ജസ്വലമായി ഇരിക്കേണ്ട കാലഘട്ടം. കാരണം പല ഗ്രഹങ്ങളും അനുകൂലമല്ല. ആയതിനാൽ വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധിക്കണം, ഉദ്യോഗാർത്ഥികൾ കൂടുതൽ പരിശ്രമിക്കണം. ഉദ്യോഗത്തിലും സർവീസിലും ഇരിക്കുന്നവർ അധികാരികളുടെ അപ്രീതി, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്രീതിയൊക്കെ സമ്പാദിക്കാൻ ന്യായമുണ്ട്. അത് കാരണം കൂടുതൽ സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാവാനും പനിഷ്മെൻറ്റിനും ട്രാൻസ്ഫറിനും ശിക്ഷ അനുഭവിക്കാനും അപഖ്യാതി ഉണ്ടാവാനും സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് കൂടുതൽ പണം മുടക്കാതിരിക്കുക, ഉള്ള ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുവാനായി ആഗ്രഹിക്കുക. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. കല്യാണമൊക്കെ നിശ്ചയിച്ച യുവാക്കൾക്ക് കല്യാണം സ്ലിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം സംഭാഷണങ്ങളും കുടുംബക്കാർ തമ്മിലുള്ള കാര്യങ്ങളുമൊക്കെ വളരെ ശ്രദ്ധാലുവായിട്ട് മുന്നോട്ട് പോകണം. നടക്കുന്നിടം വരെ തടസ്സം വരാൻ സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ രോഗികൾക്ക് പുതിയ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. രോഗങ്ങൾക്ക് വലിയ ശമനം പ്രതീക്ഷിക്കരുത്. വിദേശ യാത്രയ്ക്കൊക്കെ പരിശ്രമിക്കുന്നവർക്കാണെങ്കിൽ വീണ്ടും 2-3 പ്രാവശ്യമെങ്കിലും പരിശ്രമിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ പരിണിത നല്ല ഫലങ്ങൾ ലഭ്യമാകത്തുള്ളൂ. വസ്തു, വീട്, വാഹനം മുതലായവ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. വീട് പണിയൊക്കെ പകുതിക്ക് വെച്ചോ അല്ലെ 3/4 ഭാഗം വെച്ചോ ഒക്കെ ചൊല്ലിട്ടിട്ട് അത് തീർക്കേണ്ടതായ രംഗങ്ങൾ വരും. പൊതുവെ ഈ രാശിക്കാർക്ക് അത്ര അനുകൂലമായൊരു വിഷുഫലമല്ല. ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം, മാനാഭിമാനം വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഉത്സാഹം വളരെയധികം വേണ്ടിവരും. പിന്തിരിയരുത്. എല്ലാത്തിലും നല്ല സാമർഥ്യത്തോടെയും ഒന്നാമതുമായിട്ട് നിന്നിരുന്ന ഒരു രാശിയാണ്. പക്ഷേ ഇത്തവണത്തെ വിഷുഫലം അനുസരിച്ച് കുറച്ച് മാന്ദ്യം എല്ലാ ഗ്രഹങ്ങൾക്കും വരുന്നത് കൊണ്ട് ഈ വക മേഖലകളിലെല്ലാം ശ്രദ്ധിക്കുകയും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അവനവൻ്റെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതാണ്. പൊതുവിൽ മേടം രാശിക്കാർക്ക് മോശമാണ്. എന്താണ് അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പോംവഴികൾ? വ്യാഴാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് കിട്ടുന്ന ആ സമയം വിസ്താര ഭയത്താൽ അനവധി പ്രതിവിധികൾ പറയുന്നുണ്ട്. എങ്കിലും വ്യാഴാഴ്ചയും ശനിയാഴ്ചയും അവനവൻ്റെ മതാചാരപ്രകാരമുള്ള വിഷ്ണുഭജനോ ശിവഭജനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുക. കാഠിന്യങ്ങൾ കുറയുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് ഇടവരാശി. ഇടവരാശിപ്പെട്ട
കാർത്തിക ഒടുവിൽ 45 നാഴിക, രോഹിണി മകേരം ആദ്യത്തെ 30 നാഴിക. ഇതാണ് ഇടവരാശി. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലം. നല്ലവണ്ണം പഠിക്കുകയും മാർക്ക് കിട്ടുകയും ചെയ്യും. ഹയർ സ്റ്റഡീസിന് പരിശ്രമിക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ പഠിത്തമനുസരിച്ച്, അപേക്ഷയനുസരിച്ച് ടെസ്റ്റ് ഇൻ്റർവ്യൂ വിജയിക്കും. ഉദ്യോഗം കിട്ടാനുള്ള യോഗമുണ്ട്. സർവീസിലിരിക്കുന്നവർക്ക് അവർക്ക് അംഗീകാരം, പദവി, അധികാരികൾ സന്തോഷിക്കും, ഡിപ്പാർട്ട്മെൻറ്റ് സന്തോഷിക്കും. വിദേശത്തും സ്വദേശത്തും ഗവൺമെൻറ്റും മാനേജ്മെൻറ്റും ഒക്കെ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും ഇനി തൊഴിലാളികൾക്കും മുതലാളിമാർക്കും ഒക്കെ അനുഗ്രഹീതമായ കാലഘട്ടമാണ്. സാമ്പത്തികപരമായ അഭിവൃദ്ധി, അതുപോലെ സ്ഥിരം തൊഴിൽ, അതുപോലെ ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സാവും. പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല കാലഘട്ടമാണ്. ശമ്പള വർധനവിന് വേണ്ടി ഇരിക്കുന്നവർക്ക് അതിനുള്ള കാലഘട്ടമാണ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മാസം പ്രത്യേകതയുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിൽ ജൂൺ മാസത്തിന് മുമ്പ് എല്ലാം ക്ലിയർ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യത്യാസമേ വരുള്ളൂ. പക്ഷേ 2026 വിഷു വരെ ഉള്ള കാലം വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഉദ്യോഗത്തിലിരിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും കലാ, രാഷ്ട്രീയ, മത, ട്രേഡ് യൂണിയൻ ബന്ധത്തിൽ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ പൊതുവെ സാമൂഹ്യ രംഗങ്ങളിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ നക്ഷത്രപ്രകാരം ഗുണകരമായ ഒരു വിഷു ഫലമാണ്. ഇതിനകത്ത് രാശിക്കാർക്ക് വീട് വെക്കുന്നതിന് വീട് കണിശമായിട്ടും വീട് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വീട് വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഒരു നില 2ാം നിലയാക്കുക, ഗൃഹം മോടി പിടിപ്പിക്കുക ഇത്യാദികളും. വസ്തു ഇല്ലാത്തവർക്ക് വസ്തു വാങ്ങാനും, ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ചിലപ്പോൾ 2 വീലറായിരിക്കും, 4 വീലറായിരിക്കും, കോടികളുടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മാരുതി കാറായിരിക്കും. എന്തായിരുന്നാലും വാഹനയോഗം, വസ്തു, ഗ്രഹം, ഔദ്യോഗിക പ്രമോഷൻ, സ്ഥാനമാനം ഇത്രയും കണിശമായിട്ടുമുണ്ട്. നല്ല കാലമാണ്. അതുപോലെ തന്നെ കമിതാക്കൾക്ക് അത് വിവാഹത്തിലേക്ക് കലാശിക്കും. ദാമ്പത്യത്തിലിരിക്കുന്നവർക്ക് നല്ല സന്തോഷകരമായ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സന്താനയോഗം ദമ്പതികളിൽ കാണുന്നു. പൊതുവെ ഇഷ്ടജനങ്ങളുമായിട്ട് സംബന്ധിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യമാണ്. ഈ രാശിപ്പെട്ട മാളവ്യം എന്ന യോഗം ജാതകത്തിലുള്ളവർക്ക് ഈ യോഗം കൊണ്ടുള്ള ഫലങ്ങൾ ഒരു 10 ഇരട്ടി വർദ്ധിക്കും. 10 ഇരട്ടി വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ജാതക നിലയിൽ മാളവ്യ യോഗം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. മാളവ്യം, രുചകം, ഇങ്ങനെ പഞ്ചമഹായോഗങ്ങളുണ്ടെങ്കിൽ കൂടുതലായിട്ട് ശോഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ യോഗനിലകളൊക്കെ ഒന്നും ഇല്ലെങ്കിലും അവർക്ക് ഈ വരുന്ന വിഷു വരെ നല്ല കാലമാണ്. അവരുടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പലതും നേടിയെടുക്കാൻ സാധിക്കും. സന്തോഷകരമായ ഒരു അനുഭവം ഉണ്ടായിരിക്കും. ഇടവം രാശിക്കാർക്ക് പൊതുവിൽ നല്ല ഫലമാണ്. അടുത്ത രാശിയിലേക്ക് അടുത്തത് മിഥുന രാശിയാണ്. മകയിര ഒടുവിൽ 30 നാഴികയും തിരുവാതിരയും പുണർതം ആദ്യത്തെ 45 നാഴികയും ചേർന്ന 2 നക്ഷത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് തൊഴിൽ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അല്ലെങ്കിൽ പഠന പരീക്ഷാ വേളകളിൽ ഏതെങ്കിലും അപകടമോ രോഗമോ കുടുംബജനങ്ങൾക്ക് ദുഃഖമോ കൊണ്ട് പഠനത്തെ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പോഴേ പഠിക്കാനുള്ള ആ ആഗ്രഹവും, അതുപോലെ നല്ല ട്യൂഷൻ, അതുപോലെ വെളുപ്പാങ്കാലത്തിരുന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കുക. പുറകോട്ട് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് കരുതിയിരിക്കുക, കൂടുതൽ ഉത്സാഹിക്കുക. ഉദ്യോഗാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു താൽക്കാലിക ജോലി കിട്ടും. അത് സ്ഥിരമാവാൻ ബുദ്ധിമുട്ടാണ്. സർവീസിലിരിക്കുന്നവർക്ക് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പനിഷ്മെൻറ്റോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേലധികാരികളുമായിട്ട് യോജിപ്പിൽ പോകത്തില്ല. അതിന് സശ്രദ്ധം ശ്രദ്ധിക്കണം. ഡിപ്പാർട്ട്മെൻറ്റിനെയും അധികാരികളെയും മാനേജ്മെൻറ്റിനെയും സന്തോഷിപ്പിച്ചു പോകാൻ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളാണെങ്കിലും ശ്രദ്ധിക്കണം. തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയ്ക്ക് മെഡിക്കൽ ലീവോ ലോങ് ആബ്സൻസോ ഒക്കെ വേണ്ടി വരും. ശാരീരിക സ്വാസ്ഥ്യം, സർജറി പോലെയുള്ളവയൊക്കെ സാധ്യത കാണുന്നുണ്ട്. പിന്നെ വിവാഹബന്ധം ഉറപ്പിച്ചിരിക്കുന്നവർക്ക് അത് കുറച്ച് നീട്ടിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ മുഹൂർത്തം മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസൗകര്യങ്ങൾ വന്ന് ചേരുകയോ ചെയ്തിട്ട് മിനിമം ഒരു 6 മാസമെങ്കിലും നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിവാഹിതർക്ക്
വിവാഹം ആലോചന ഒക്കെ വരും. വിവാഹത്തിലേക്ക് വരുന്നതിനാണ് തടസ്സമായിട്ട് വരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വരാം. അത് കാരണം മാതാപിതാക്കളും ബന്ധുജനങ്ങളും ഒക്കെ ആയിട്ട് വരനാവാനും വധുവാവാനും ഒക്കെ പോകുന്നവരെ സംബന്ധിച്ച് കൂടുതൽ വാചക കസരത്തുകളിലേക്കൊന്നും പോകരുത്. ലഗ്നവ്യാഴം നിൽക്കുന്ന സമയമാണ്, ചുട്ടുപൊള്ളുമെന്നാണ്. അപ്പോൾ മനക്ലേശം ഉണ്ടാകാനുള്ള സാധ്യത, അഭിപ്രായ ഭിന്നതകളും വരും. ഇതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ചിരുന്നാൽ മതി. വരുന്ന വിഷുക്കാലം മുതൽ ഇവർക്കും അനുകൂലമാണ്. ഈ വിഷു അത്ര ഗുണകരമല്ല. പക്ഷേ ഈ ഒരു സാധ്യതകളേ ഉള്ളൂ. അതിനൊരു പോംവഴി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച തോറും അതുപോലെ ശനിയാഴ്ചകൾ തോറും. കാരണം കണ്ടകശനി എടുത്തിരിക്കുകയാണ്. കണ്ടകശനിയിൽ ശനിയാഴ്ച ഒരിക്കൽ ശാസ്താവിന് നീരാഞ്ജന എള്ളുപായസം ശിവങ്കൽ ധാര, ശനിയാഴ്ച സാധുക്കൾക്ക് അന്നദാനം. കഴിവതും ശനിയാഴ്ച ദിവസങ്ങളിൽ കൂടുതലായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. സമയം ഈ വർഷം ഗുണകരമല്ല. മിഥുന രാശിപ്പെട്ടവർക്ക് ദോഷപരിഹാരമായി വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം, പുഷ്പാർച്ചനകൾ, ചന്ദനം ചാർത്ത് മുതലായ വഴിപാടുകളും, ശനിയാഴ്ച ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം മുതലായ വഴിപാടുകളും ചെയ്യുകയും ശനിയാഴ്ച ഒരിക്കൽ സാധുക്കൾക്ക് അന്നദാനം, ഇങ്ങനെ കഴിവിനനുസരിച്ച് ഒക്കെ ചെയ്ത് ഈ വർഷം ഈ വിഷു മുതൽ 2026 വിഷു വരെ മുന്നോട്ട് പോകുക. കാലം ഗുണകരമല്ല. ആശുപത്രിവാസങ്ങളും സർജറികളും കടബാധ്യതകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്ന് മുന്നേറെ കണ്ട് പ്രവർത്തിക്കുക. അടുത്തത് കർക്കിടക രാശി. പുണർതം ഒടുവിൽ 15 നാഴികയും പൂയവും ആയില്യവും ചേരുന്ന 2 നക്ഷത്രമടങ്ങുന്നതാണ് കർക്കിടക രാശി. കർക്കിടക രാശിക്കാർക്ക് വിദ്യാർത്ഥികൾക്കാണെന്നുണ്ടെങ്കിലും പഠിപ്പിൽ ഒക്കെ കുഴപ്പമില്ലെന്നുണ്ടെങ്കിലും പരീക്ഷാ പേപ്പറിൽ വരുമ്പോൾ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. പഠിത്തമൊക്കെ പഴയ പോലെ തന്നെ ചെയ്യുന്നുണ്ട്, പരീക്ഷ വരുമ്പോൾ മാർക്ക് കുറയുക. അതുകൊണ്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ജോലി കിട്ടും, പക്ഷേ സ്ഥിരമാവാനായിട്ട് പറഞ്ഞ കൂടുതൽ കാലം ജോലി ചെയ്യേണ്ടി വരും. സർവീസിൽ ഇരിക്കുന്നവർക്ക് ആ കസേരയിൽ നിന്ന് മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ്, ചേഞ്ച് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, ചേഞ്ച് ഓഫ് കാറ്റഗറി, ട്രാൻസ്ഫർ മുതലായത് പ്രതീക്ഷിക്കണം. അധികാരികൾ, പുതിയ അധികാരികളുമായിട്ട് നമുക്ക് ഒന്ന് ഇണങ്ങി വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്ന സ്ഥലം, ആഹാരം കഴിക്കുന്ന സ്ഥലം, അതുപോലുള്ള ദിനചര്യാദികൾ ചെയ്യുന്നത് ഒരു പുതിയ വീട്ടിലോട്ട് മാറുമ്പോൾ ഉള്ള ഒരു തടസ്സം പോലെ, അല്ലെങ്കിൽ ഒരു പരിചയക്കുറവ് പോലെ, അല്ലെ ഒരു പുതിയ പെണ്ണ് വന്നു അതുമായിട്ട് കുടുംബത്തിൽ ലയിക്കുന്നു, അതിൻ്റെതായ ഒരു മടി, മന്ദത മുതലായ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള ഒരു കുഴച്ചിലൊക്കെ സംഭവിക്കാം. ഒന്ന് പൊരുത്തപ്പെട്ടു വരാൻ, അതാണ് ആ വാക്കാണ് ശരി. ഒന്ന് എല്ലാവരുമായിട്ട് പൊരുത്തപ്പെട്ടു വരാനായിട്ട് ഈ രാശിക്കാരെ ഒന്ന് ശ്രമിക്കണം. കൂടുതലായിട്ട് നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തുന്ന നന്നായിരിക്കും. അതുപോലെ വ്യാഴക്ഷേത്രത്തിന് പോയി മുഴുക്കാപ്പ് ചെയ്യുക, പാൽപ്പായസ നിവേദ്യം, പുഷ്പാർച്ചനകൾ, വ്യാഴാഴ്ച ദർശനം ഇത്യാദികളൊക്കെ ചെയ്ത് ഈ കാഠിന്യങ്ങൾ മാറ്റുക. കാരണം വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല, എങ്കിലും എല്ലാവരുമായി ഒന്ന് പൊരുത്തപ്പെട്ടു വരുവാനുള്ള ഒരു വിഷുഫലമാണ് കാണുന്നത്. കാരണം സുഖദുഃഖ സമ്പൂർണ്ണമാണല്ലോ, സമ്മിശ്രമാണ് ജീവിതം. അത് സുഖത്തെയും ദുഃഖത്തെയും കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് കർക്കിടക രാശിക്കാർക്ക് ഈ വിഷു മുതൽ 2026 വിഷു വരെ പൊരുത്തപ്പെടാനും അല്ലെങ്കിൽ പുനഃപരിശോധന ചെയ്യാനും ഉള്ള അവസരങ്ങൾ വരും. ഈ പറഞ്ഞ പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക. നെക്സ്റ്റ് ചിങ്ങരാശി. മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന ഈ നക്ഷത്രക്കാർക്ക്, വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ഗണിശമായിട്ടും ജോലി പഠിത്തമനുസരിച്ച് കിട്ടും. അത് സ്ത്രീക്കായാലും പുരുഷനായിരുന്നാലും ഒരുപോലെ തന്നെ അതിൻ്റെ ഫലം. പഠിത്തമനുസരിച്ചുള്ള ജോലി കിട്ടും. സർവീസിലിരിക്കുന്നവർക്ക് അധികാര വർധനവ്, അധികാരികൾ അനുമോദിക്കും. ശമ്പള പരിഷ്കൃതം, സേവന വേതന യോഗം, ഭാഗ്യം, ഉയരാനുള്ള പ്രമോഷൻ സാധ്യത ഉണ്ടാവും. രോഗികൾക്ക് ആശ്വാസം ഉണ്ടാവും. മരുന്ന് കഴിക്കണം, എങ്കിലും ശരിയായ രോഗനിർണയം തിട്ടപ്പെടുത്താനും നല്ല വൈദ്യ സഹായങ്ങൾ കിട്ടാനും ഇടയാവും. കടബാധ്യതക്കാർക്ക് 90% കടബാധ്യതകൾ പരിഹരിക്കാനും, ഒരു വസ്തുവോ വീടോ ഒരു വാഹനമോ വേണമെന്ന്
വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം, ഒരു കൊച്ചു വീട് അല്ലെങ്കിൽ ഒരു വസ്തു, ഒരു കുഞ്ഞു വണ്ടി ഒക്കെ വരാനുള്ള ഭാഗ്യങ്ങളുണ്ട്. സാമ്പത്തികം കൂടുതലുള്ളവർക്ക് വലിയ വാഹനങ്ങൾ വരും. ഏതായാലും വസ്തുഗ്രഹവാഹന കനക വേഷഭൂഷണാത് യോഗം, ഉന്നത വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാനുള്ള ഭാഗ്യങ്ങൾ. അധികസ്യ അധികം വരും. ഒന്നുകൂടെയൊക്കെ ബലം കിട്ടാൻ നവഗ്രഹ പൂജകളോ നവഗ്രഹ ക്ഷേത്ര ദർശനങ്ങളോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങാൻ, അതുപോലെ തൊഴിലാളികൾക്ക് സ്ഥിരം തൊഴിൽ കിട്ടാനും, അതുപോലെ ദമ്പതികൾക്ക് അല്ലെ അവിവാഹിതർക്ക് വിവാഹം നടക്കാനുള്ള ഭാഗ്യവും, കുടുംബസ്ഥർക്ക് സന്താനങ്ങൾക്ക് ജോലി കിട്ടാനോ കല്യാണമോ വസ്തു വാങ്ങാനോ വീട് വാങ്ങാനോ ഈ രാശിയിൽപ്പെട്ട സന്താനങ്ങൾക്ക് യോഗമുണ്ട്. അതുപോലെ ആരെ സഹായിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നു അതെല്ലാം തടസ്സമില്ലാതെ നടക്കാനുള്ള ഭാഗ്യം ഉണ്ട്. ശ്രദ്ധേയമാവാനുള്ള സാധ്യതയുണ്ട്. സമൂഹത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ട്. വിശിഷ്ട വ്യക്തികളുടെ ഗുണം ഈ വർഷം പ്രതീക്ഷിക്കാം. അടുത്തത് കന്നിരാശിയാണ്. ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം 45 നാഴികയും അത്ത നക്ഷത്രവും ചിത്തിര ആദ്യ പകുതി ചേരുന്ന 30 നാഴികയും. വിദ്യാർത്ഥികൾക്ക് പഠിപ്പ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തടസ്സം, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ കാലം തീരുന്നതിന് മുമ്പായിട്ട് പിരിച്ചുവിടത്തക്ക സാധ്യതകൾ, കോഴ്സ് പൂർത്തിയാവുന്ന 1 വർഷം അല്ലെ അപ്രൻറ്റീസ് പോലെയൊക്കെയുള്ള ജോലികൾ കിട്ടും. സ്ഥിരതയല്ല, അത് മുന്നോട്ട് പ്രതീക്ഷിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പ്രതീക്ഷിച്ച അത്ര മൈലേജ് കിട്ടത്തില്ല ജോലിക്ക്. ജോലിയിലിരിക്കുന്നവർ പഴി കേൾക്കുകയോ പ്രതിയാകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരോപണ വിധേയമാവുകയോ ചെയ്യും. സ്വർണം, ധനം മുതലായവ സംബന്ധിച്ച് ക്ലേശിക്കേണ്ടതായിട്ട് വരും. അതുപോലെ ഈ രാശിപ്പെട്ട കുടുംബസ്ഥർക്ക് പുത്രപുത്രാദികളാൽ, പുരുഷന്മാർക്ക് ഭാര്യയാൽ, സ്ത്രീകൾക്ക് ഭർത്താവിനാൽ പഴി കേൾക്കുകയോ പ്രതിയാകുകയോ ആരോപിതമാകുകയോ ചെയ്യേണ്ട കാലം. കണ്ഠത്തിന് മുകളിലോട്ട് എന്തെങ്കിലും അപകടമോ രോഗമോ വന്ന് ചെറിയ തോതിലൊക്കെ ചികിത്സകളൊക്കെ തേടേണ്ടതായ കാലമാണ്. കൂടുതലും കണ്ടകശനി കൂടെ നിൽക്കുന്നതിനാൽ ശനിയാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ജലധാര, കൂവളമാല, പിൻവിളക്ക് മുതലായവയും പ്രദോഷവ്രതം ഇത്യാദികളും ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ ബിസിനസ്സുകാർ അധികം പണം മുടക്കണ്ട. പ്രതാപവും ഐശ്വര്യവും കാണിക്കുവാനായി ധൃതി കൂട്ടുന്ന ഒരു സമയമാണ്. ധൃതി കൂട്ടേണ്ട ഒരു സമയമാണ്. ഒപ്പത്തിനൊപ്പം നിൽക്കാനും പണവും ഒക്കെ വലിച്ചെറിയുന്നൊരു കാലമാണ്. സൂക്ഷിക്കണം. കയ്യിലിരിക്കുന്ന പണങ്ങളൊന്നും ഇപ്പം അധികം എടുത്ത് ചിലവാക്കരുത്. പണത്തിന് ആവശ്യം വരുന്നതേ ഉള്ളൂ. ഒന്ന് പതുങ്ങിയിരിക്കേണ്ട, പൊത്തിലൊളിക്കേണ്ട, പാത്ത് നടക്കേണ്ട അല്ലെങ്കിൽ അവസരങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്. ക്ഷമയോടും സഹനശക്തിയോടും കൂടി ശത്രുക്കളോട് പോലും രമ്യതയിൽ സംസാരിക്കേണ്ട കാലമാണ്. ഈ നക്ഷത്രക്കാർക്ക് ശനിപ്രീതി വരുത്തി മുന്നോട്ട് പോവുക. നമ്മളിപ്പോൾ ആദ്യ 6 രാശിക്കാരെ കുറിച്ച് സംസാരിച്ചു. അതെ. ഈ ആദ്യ 6 രാശിക്കാരിൽ ഏറ്റവും കൂടുതൽ നല്ല സമയം എന്ന് പറയാൻ കഴിയുക ഏത് രാശിക്കാണ്? അല്ലെങ്കിൽ 6 രാശിയിൽ ഇടവ രാശിക്കാർക്കാണ് ഈ വർഷം വിഷുഫലം ഗുണകരമായിട്ട് വരുന്നത്. കാർത്തിക ഒടുവിൽ 45 നാഴിക, രോഹിണി മകയിരം ആദ്യത്തെ 45 നാഴികയും, അതുപോലെ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ചിങ്ങരാശിയും. ഈ 2 രാശിക്കാർ ഈ വർഷം അവർക്ക് നല്ല കോളാണ്. അവർക്ക് സാമ്പത്തികവും തൊഴിൽ, ആരോഗ്യം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. ദോഷം എന്നുള്ളത് മകയിരം തിരുവാതിര നക്ഷത്രക്കാർക്ക് ആണ് പ്രധാനപ്പെട്ടത്. അതുപോലെ കന്നിരാശിക്കാർക്കും ദോഷകരമാണ്. അപ്പോൾ നമ്മൾ പൊതുവിൽ പറഞ്ഞ പോംവഴികളല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ പോംവഴികൾ ജാതക പരിശോധന ചെയ്യണം. ജാതകത്തിൽ അനിഷ്ടമായ ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഈ മിഥുന രാശിയിൽപ്പെട്ട മകയിരം തിരുവാതിര പുണർന്ന ആളുകാർ കൂടുതൽ കുടുങ്ങും. കാരണം അവർക്ക് വൈദ്യനെയും ഡോക്ടറെയും മാറി മാറി കാണേണ്ട കാലം, വക്കീലും പോലീസും മാറി മാറി കാണേണ്ട കാലം, മാന്ത്രികന്മാർ, ജ്യോതിഷന്മാർ, സന്യാസിമാർ, മനഃശാസ്ത്രജ്ഞന്മാർ, മന്ത്രിമാർ, മധ്യസ്ഥന്മാർ എന്നിവരെ കാണേണ്ട കാലം, അവയിൽ നിന്ന് പരിഹാരങ്ങൾ കാണേണ്ട കാലം. ഇതൊക്കെയാണ് ദോഷഫലങ്ങൾ. തീർച്ചയായും ജാതക പരിശോധനയിലെ ഡീപ്പായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ ഈ വിഷുഫലം തന്നെയാണെന്നുണ്ടെങ്കിൽ ഓടിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. 27 നാളുകാരെ അനുസരിച്ച് പറയുകയാണെങ്കിൽ 27 ദിവസം എടുക്കും. അത് ഓരോ മണിക്കൂറെങ്കിലും വെച്ച് പറയണം. അതിനുള്ള സമയം പരിമിതമാണ്.
അപ്പോൾ പൊതുവെ ഈ രാശിപ്പെട്ടവർക്ക് അനുകൂലവും പ്രതികൂലവും ഉള്ള ഒരു കാലഘട്ടം വിഷുഫലം പറയാം. ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ദോഷ മിഥുന രാശിക്കാർ, കന്നി രാശിക്കാർ ശനിയാഴ്ച ദിവസം ശനിപ്രീതി, നാളികേരം മുറിച്ച് എള്ളെണ്ണ നാളികേരത്തിൽ നിറച്ച് എള്ള് കിഴികെട്ടി രാവിലെ 9 മണിക്ക് മുൻപായി ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ കൊടുത്ത് കത്തിച്ച് ഒഴിയണം. നീരാഞ്ജനം എന്ന് പറയും. രാവിലെ 9 മണിക്കകം ചെയ്താലാണ് അതിൻ്റെ കൂടുതൽ ഫലം. അതുപോലെ അന്നത്തെ ദിവസം കഴിവതും സസ്യാഹാരാദികൾ കഴിക്കുക. ഒരു നേരമെങ്കിലും ഒഴിവാക്കി നാം കഴിക്കുന്ന ആഹാരം ഒരു സാധുവിന് പേരിനും പ്രശംസയ്ക്കും അല്ലാതെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത്. ദാനമായി അവരുടെ അന്തസ്സിനൊന്നും ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫോട്ടോയുടെ മുമ്പിൽ അല്ലെ പേപ്പറിലൊന്നും വരാൻ അല്ലെ ടി വിയിലൊന്നും വരാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. അറിഞ്ഞ് ദാനം ചെയ്യുക. അതുപോലെ തന്നെ കഴിവതും മനസ്സുകൊണ്ട് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. വാക്കുകൾ കൊണ്ട് നല്ലത് പറഞ്ഞു കൊടുക്കുക. കർമ്മണ പ്രവൃത്തി കൊണ്ട് നല്ലത് ചെയ്യുക. ഹസ്താഭ്യ കൈകൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പൽഭ്യ അതായത് വയറ്റിന് ആഹാരത്തിനുള്ള വക, മരുന്നിനുള്ളത്, വസ്ത്രത്തിനുള്ളത്, പാർക്കാനുള്ള വീട് വെഞ്ഞു കൊടുക്കുക. അതൊക്കെ പഴയ കാലത്ത് ഓലപ്പുരയൊക്കെയാണ് കൂടുതലും. എന്തെങ്കിലും 10 ഓലയെങ്കിലും കൊടുത്താൽ നനയാതെ കിടക്കാം, വെയിൽ കൊള്ളാതെ കിടക്കാം. പെണ്ണിനെ കെട്ടിച്ചു വിടാൻ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക. ഇങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ കാഠിന്യങ്ങൾ വഴിമാകും. വിഷു സ്പെഷ്യൽ വാർഷിക ഫലത്തിലെ ആദ്യത്തെ 6 രാശികൾ, മേടം മുതൽ കന്നി രാശി വരെയുള്ളവരുടെ പൊതുഫലങ്ങൾ, പ്രശ്നങ്ങൾ, അതിന്റെ പോംവഴികളെല്ലാം നമ്മളിപ്പോൾ സംസാരിച്ചു. മറ്റു രാശിക്കാരെ കുറിച്ച് ഇനി എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, അവർക്ക് മുന്നോട്ട് എന്തൊക്കെയാണ് ഒരു വർഷം വരാൻ പോകുന്നത്, എന്തൊക്കെ പോംവഴികളുണ്ട്, എല്ലാം നമുക്ക് കൂടുതൽ അറിയാം. ശർമാജിയോടൊപ്പം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.